ഹായ് ഹലോ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ടൊയോട്ടയുടെ ഫോർച്യൂണറാണ്. 4x2 ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ വാഹനം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നമുക്കപ്പോൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞങ്ങൾ ഇന്നിരിക്കുന്നത് ഫോർച്യൂണറിലാണ്. ടൊയോട്ടയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫോർച്യൂണർ. അപ്പോൾ ഇത് നമ്മൾ വെറുതെ ടൊയോട്ടയുടെ രാജാവ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അത്രയും നല്ലൊരു കമാൻഡിങ് പൊസിഷൻ തരുന്ന ഒരു വാഹനമാണിത്. അത്രയും നല്ല ഹൈറ്റും നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ്. നമുക്ക് എവിടെ വേണോ ഏത് ഇതിലും നമുക്ക് നല്ല ഒരു കോൺഫിഡൻസോടെ കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. അതുകൊണ്ട് ഈ നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 2014 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വാഹനം, അല്ലെങ്കിൽ വീല് കാര്യങ്ങൾ എല്ലാം വരുന്ന കമ്പനിയിൽ നിന്ന് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനുണ്ട്. ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, കമ്പനി സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു 8 സീറ്റർ വാഹനമാണ്. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2014 മോഡൽ ആണ് വണ്ടി വരുന്നത്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഇല്ല. വെറും 77,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. നിലവിൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ അല്ല, പക്ഷെ നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് വിത്ത് NOCയിലാണ് ഈ വാഹനം നിൽക്കുന്നത്. നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിനെ കുറിച്ച് അധികം പറയേണ്ടതില്ല. ഇതിൻ്റെ ക്വാളിറ്റി മാത്രം നമുക്ക് ഈ വാഹനത്തെ മാത്രം പറഞ്ഞാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോർച്യൂണറിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഒരുപാട് വീഡിയോകൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും സ്പെക്സൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വരുന്നില്ല. ഇത് വണ്ടി ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റൈഡിങ് കംഫർട്ട് തരുന്നൊരു വാഹനമാണ്. ഞങ്ങൾ ചെറിയൊരു ഓഫ് റോഡിങ് പോലത്തെ ഏരിയയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാലും നമുക്ക് നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും തരുന്നുണ്ട് ഈ വാഹനം. ഏത് റോഡിലും നല്ല വിശാലമായിട്ട് നമുക്ക് അനായാസനെ കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ളൊരു വാഹനം തന്നെയാണിത്. ഏകദേശം 10-12 റേഞ്ച് മൈലേജ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. 10 എന്തായാലും മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മൈലേജ് പ്രതീക്ഷിച്ചാലും ഫോർച്യൂണർ എടുക്കില്ല. എന്നാലും നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാവുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ളൊരു വാഹനമാണ്. ഇതിന് നമുക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ കൂടെ ഒന്ന് നോക്കാം. വണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്ക് നിർത്തിയിട്ടൊന്ന് എക്സ്റ്റീരിയർ കൂടെ ഒന്ന് നോക്കാം. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് എനിക്ക് അധികം ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന തന്നെ വണ്ടി എന്ത് ക്വാളിറ്റിയാണെന്ന്. പക്ക ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ്. നല്ല നീറ്റ്, നല്ലൊരു പ്രീമിയം വണ്ടി എന്ന് പറയുന്നത്. പ്രീമിയം നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. അതിനേക്കാളും ഒരു മാസീവ് എന്നാണ് നമുക്ക് ഇതിനെ ഉദ്ദേശിക്കുന്നത്. നല്ല മസിലുള്ളൊരു വണ്ടി, നല്ല മാൻലി ആയിട്ടുള്ളൊരു വാഹനം. ഏകദേശം എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് വാഹനത്തിന്. അതിന് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. വണ്ടി നല്ല റോഡ് പ്രസൻസ് തരുന്നൊരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 17,50,000 രൂപയാണ്. അത് നമുക്ക് മാന്യമായിട്ടുള്ള പ്രൈസാണ്. കാര്യം ഈ ലോ കിലോമീറ്റർ വെറും 77,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. നല്ല കണ്ടീഷനാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു ക്രാക്കുണ്ട്. അത് നമ്മളിപ്പോൾ ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ടാണ് അത് ഗ്ലാസ് മാറാതിട്ടിരിക്കുന്നത്. പിന്നെ വേറെ ബോഡി വശം നോക്കുകയാണെങ്കിൽ സൈഡിലൊന്നും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ 4 എബോവ് 70% മുകളിൽ ടയറുകളുണ്ട്. ടയറിൻ്റെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം പക്ക നീറ്റാണ്. നല്ല ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് നിൽപ്പുണ്ട്. ഇതൊരു 3000 cc എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഈ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ എഞ്ചിൻ റൂം തുറന്ന് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എഞ്ചിൻ റൂമൊക്കെ നല്ല പക്കായിട്ട് ഇരിപ്പുണ്ട്. ഈ 77,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഇത് നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിനിൽ കാണാനുണ്ട്. അത്രയും അതുപോലെ കമ്പനി പഞ്ചിങ്ങുകളും മാർക്കിങ്ങുകളും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് വണ്ടിയിൽ. പിന്നെ ബാറ്ററിയൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ്. ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ വാഹനത്തെ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കാർ ലിങ്കിൽ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ചാക്ക ബൈപ്പാസിലാണ്, എയർപോർട്ടിനടുത്ത് ചാക്ക ബൈപ്പാസിൽ BMW ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാഹനം അവൈലബിൾ ആണ്. ഈ വാഹനം വാങ്ങുവാനോ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സൗകര്യം ചെയ്തു തരാം. പിന്നെ ലോൺ ആവശ്യമുള്ളവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമുക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഉടനെ കാണാം. ഗുഡ് ബൈ.